ജോസ്കോ വനിതാരത്നം 3 ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് ജെസ് ആണ്. പ്ലീസ് വെൽക്കം ജെസ് ഓൺ സ്റ്റേജ്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന സ്കിറ്റ് ഡ്രഗ് അഡിക്ഷൻ ഇൻ യൂത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒത്തിരി യൂത്ത് അറിയാതെ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അവയർനെസ്സാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരുപാട് ഡിഫറൻസസ് ആയിട്ട് വരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ് ജെസ്. ഇത്തവണയും ഒരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. തീർച്ചയായും. സ്കിറ്റാണോ? സ്കിറ്റ്. സ്കിറ്റാണ്. ഓക്കെ, ഡു വെൽ. ഈ പൂക്കളും മരവും ഒക്കെ നിറഞ്ഞതാ മിനിക്കുട്ടിയുടെ ലോകം. ഇതൊക്കെ മിനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ടി വിയിലൊക്കെ കാണിക്കുന്നതാണ് എന്താ ഒരു ഭംഗി. ചുണ്ടത്ത് ചായയൊക്കെ ഇട്ട് കുണുങ്ങി കുണുങ്ങി നടക്കാൻ മണിക്കുട്ടിക്ക് ഇഷ്ടമാണ്. മണിക്കുട്ടിയുടെ അപ്പച്ചനെ മണിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ മണിക്കുട്ടിക്ക് ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ട്, രവിചേട്ടൻ. ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങള് നാളെ ബോംബെ പോവാ. പക്ഷെ മണിക്കുട്ടിയുടെ അപ്പച്ച ഒറ്റയ്ക്കാവേ. ഒന്ന് നോക്കിക്കോണേ, ഞാൻ പോവാ രവിചേട്ടൻ്റെ കൂടെ. രവിചേട്ടൻ ഞാൻ ഇല്ല, എനിക്ക് പേടിയാ. എനിക്ക് നാട്ടിൽ പോണം. കുഴപ്പമില്ലേ? ഇത്രയും നാൾക്ക് ശേഷം എൻ്റെ അപ്പച്ചൻ വരുമ്പോ എങ്ങനെ പറയും മണിക്കുട്ടിയുടെ അപ്പച്ചൻ നശിച്ചു പോയി, ഞാൻ നശിച്ചു പോയി അപ്പച്ചാന്ന്. ഇന്ന് വരും എൻ്റെ അപ്പച്ചൻ. മണിക്കുട്ടിക്ക് പറ്റില്ല, ഇതില്ലാതെ മണിക്കുട്ടിക്ക് പറ്റില്ല. എനിക്കത് വേണം, ഇത് വേണം എനിക്ക്. അയ്യോ, അപ്പച്ചൻ, അപ്പച്ച ഞാൻ തരില്ല. അപ്പച്ചൻ പോ, ഞാൻ തരില്ല. അപ്പച്ച മേടിക്കരുത്. അപ്പച്ച അതെനിക്ക് വേണം. അയ്യോ അപ്പച്ച അത് കളയരുത്, അതില്ലാതെ എനിക്ക് പറ്റില്ല. I want that. ഇത്രയും നാൾ ഇതായിരുന്നു എൻ്റെ ജീവിതം. ഇതില്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. അപ്പച്ച എന്നെ കൊണ്ടുപോകരുത്, ഞാൻ നാട്ടിൽ വരില്ല. കൊണ്ടുപോകരുത്, എനിക്ക് അവരെ കാണാൻ പറ്റില്ല. കൊണ്ടുപോകരുത് അപ്പച്ച, കൊണ്ടുപോകരുത്. അപ്പച്ച വാതില് തുറക്ക്, വാതില് തുറ. എനിക്കത് വേണം, എനിക്കത് വേണം. ഇല്ല, എൻ്റെ അപ്പച്ചന് വേണ്ടി എനിക്ക് മാറണം. ഞാനത് ഉപേക്ഷിക്കും. ആ സ്നേഹത്തിന് മുമ്പേ ഞാൻ അടങ്ങും. അപ്പച്ച നമുക്ക് പുറത്തു പോവാം. എൻ്റെ മരം ഇപ്പോഴും ഉണ്ടല്ലേ, ഞാൻ മാറുമല്ലേ, എനിക്കുട്ടിക്ക് മാറാൻ പറ്റൂല്ലേ? ശരി അപ്പച്ച, എനിക്ക് മാറണം. ഞാൻ മാറും അപ്പച്ച, ഞാൻ മാറും. ജെസ്, നല്ലൊരു മെസ്സേജ് ഉള്ളൊരു സബ്ജക്റ്റ്. കമൻസ് കേൾക്കാം. തീർച്ചയായും. മുരളിയേട്ടാ, ബിഗിനിങ്ങിലെ ക്യാരക്ടർ, അതായത് ഈ മണിക്കുട്ടിയുടെ തുടക്കത്തിൽ അത് അവിടെ കുറച്ച് പുഷ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എത്ര വയസ്സായി കുട്ടിക്ക്? ഒരു 15. അതിലും കുറഞ്ഞതായിട്ടാണ് തോന്നിയത്. ഓക്കെ, അതിലും കുറഞ്ഞതായിട്ട് തോന്നി. ഒന്നുകിൽ വയസ്സ് അതിലും കുറവാണ്, അല്ലെങ്കിൽ മെൻ്റലി
ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ടാണ് തോന്നിയത്. ജസ്റ്റ് നല്ലൊരു പെർഫോമറാണ്. പെർഫോമറൊക്കെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പറ്റും. അത് നമ്മൾ എംപ്റ്റിനെസ് എന്നാണ് നമ്മൾ മാജിക് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. ഓക്കെ. പിന്നെ മറ്റിടത്തൊക്കെ പിന്നെ ഓഫ് കോഴ്സ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കെട്ടിയത് എനിക്ക് തോന്നുന്നു ഇന്ന് ആദ്യമായിട്ടായിരിക്കും അത് വെച്ച് കെട്ടിണ്ടാവുക. നേരത്തെ പക്ഷെ അത് ചെയ്തതായിട്ട് തോന്നി. അപ്പോൾ അത് വിട്ടുപോയത് ശ്രദ്ധിക്കണം. അത്തരം ചെറിയ കാര്യങ്ങളാണ്, ബട്ട് ഇറ്റ് മേക്സ് എ ലോട്ട്. ഓക്കെ. പിന്നെ അച്ഛൻ്റെ കൂടെ പോയിട്ട് അവിടെ ആ റൂമിൽ പോയില്ലേ, അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ മ്യൂസിക് ഇങ്ങനെ ഫുൾ ത്രൂ ഔട്ട് ഇടരുത്. മ്യൂസിക് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം, അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ഗുണവും ഉണ്ടാവില്ല, ആക്ടിങ്ങിൻ്റെ ഗുണവും ഉണ്ടാവില്ല. മ്യൂസിക് എവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം അവിടെ മാത്രം മതി. സപ്പോർട്ടിങ് ആയിരിക്കണം. ഓക്കെ. ഓക്കെ. ഐ തിങ്ക് ഇറ്റ് ടുക്ക് ഓവർ യുവർ ഹോൾ തിങ് മുഴുവനും വെച്ചുകൊണ്ട്. ബട്ട് എൻ്റെ മനസ്സിലുള്ള പെർഫോമർ ഇപ്പോഴും ജസ്റ്റിൽ ശക്തമായി തന്നെ കിടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. ചെറിയൊരു പിഴവാണ് പറ്റിയിട്ടുള്ളത്. ഗുഡ് എഫേർട്ട്. ഇതിനേക്കാൾ നന്നായിട്ട് തിരിച്ചു വരും അല്ലേ? ഓൾ ദി ബെസ്റ്റ്. എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ജിസ്. ഇവിടുത്തെ മറ്റ് കണ്ടസ്റ്റൻസിന് ഭയങ്കര ഹെൽപ്ഫുള്ളായ ഒരു പേഴ്സണാണ്. അടുത്ത വ്യക്തികളെക്കുറിച്ച് അവർക്ക് ഭയങ്കര ടാലൻ്റാണ്, ഇവരിതിൽ ടാലൻ്റാണെന്ന് മറ്റൊരാളുടെ കഴിവുകളെ അത്ര അസൂയയില്ലാതെ അംഗീകരിക്കാൻ കഴിവുള്ളൊരു പേഴ്സണും കൂടാണ്. ഇവിടെ ഓൾമോസ്റ്റ് മിക്കവാറും പേരങ്ങനെ പരസ്പരം ഹെൽപ്ഫുള്ളാണ്. ജിസിന് ഇത്തിരി കൂടുതലാണ്. നല്ല മനസ്സുള്ള പേഴ്സണും കൂടാണ്. എനിക്ക് ജിസ് ഇതൊട്ടും ഫീൽ ചെയ്തില്ല കേട്ടോ. ഐ എം സോറി. കാരണം നമ്മൾ ഇങ്ങനൊരു സബ്ജക്റ്റ് നമുക്ക് ഒരുപാട് നെഞ്ചു വിങ്ങുന്നൊരു സബ്ജക്റ്റാണ് ജിസ് കൊണ്ടുവന്നത്. ഗ്രാമത്തിലെ ഇന്നസെൻ്റായ ഒരു കുട്ടി എങ്ങനെ നശിക്കുന്നു ഫാഷൻ ലോകത്തെന്നുള്ളത്. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ മേനോൻജി പറഞ്ഞ മാതിരി ആദ്യം ചെറിയ അത്ര ഇന്നസെൻ്റ്, അച്ഛനെ നോക്കിക്കോണേന്ന് പൂക്കളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന, അതായത് വനകന്യക എന്നൊക്കെ പറയുന്ന പോലെ അത്ര ഇന്നസെൻ്റ് ആയിട്ടൊരു കുട്ടി നേരെ പോയി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വന്നപ്പോൾ മാറുക. അപ്പം അതിന് മുമ്പൊരു ഡെവലപ്മെൻറ്റ്സ് കൊടുക്കണമായിരുന്നു ജിസ്. കാരണം നേരെ ഇങ്ങനെ വന്നു, ഒരാളെ കൊണ്ടുപോയി ഞാനിത് യൂസ് ചെയ്യില്ല, എനിക്കിതൊന്നും ശീലമില്ല, എൻ്റെ അച്ഛൻ എന്നെ അന്വേഷിക്കും, ഞങ്ങളുടെ നാട്ടിലൊന്നും എനിക്ക് നാണക്കേടാണെന്ന് പറയുന്ന കുറേ കഴിഞ്ഞ് നിർബന്ധിച്ച് അയാൾ അടിച്ചേപ്പിച്ച് ഈ വസ്ത്രം ഇട്ടതായും പിന്നെ ഈ ഇതിലേക്ക് വന്ന് അഡിക്ഷനിൽ വന്നതായിട്ടും നമുക്ക് അതുകൊണ്ടാണ് എനിക്ക് ഫീലിങ്ങേ തോന്നിയില്ല എനിക്ക്. പിന്നെ ഒരിടത്ത് ഡയലോഗ് തെറ്റിപ്പോയി, ഓർമ്മയുണ്ടായത് മണിക്കുട്ടിയുടെ അപ്പച്ചൻ ചീത്തായി പോയി എന്നായി പോയി. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഈ അഡിക്ഷൻ എനിക്ക് മൊത്തത്തിൽ തോന്നിയത് സ്ക്രീൻ പ്ലേയുടെ പ്രശ്നമാണ്. നമ്മൾ സിനിമ കാണുമ്പോഴും കണ്ടിട്ടില്ലേ, നല്ല സ്ക്രീൻ പ്ലേ ആണ് നമ്മളെ ആകർഷിക്കുന്നത്, സബ്ജക്റ്റ് അല്ല. അപ്പോൾ ആ സബ്ജക്റ്റിൽ നമ്മൾ ആ സ്ക്രീൻ പ്ലേ ഒരുക്കണം പോലെ ഇതിൽ വന്നിട്ടുള്ള ആ ഒരൊറ്റ മൈനസ് പോയിൻ്റ് എനിക്ക് തോന്നിയുള്ളൂ. ജിസ് നല്ല പെർഫോമറാണ്, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഒരു വളരെ ഒരു അമൂൽ ബേബി ലുക്കുമാണ്. അപ്പോൾ അവിടെ ബോസൊക്കെ ഇട്ടപ്പോൾ അതുപോലെ തന്നെ തോന്നി, ആ റിബണൊക്കെ കെട്ടിയിട്ട്. പക്ഷേ സ്ക്രീൻ പ്ലേയിൽ വന്ന പ്രോബ്ലമാണ്. ഇനി ശ്രദ്ധിച്ചോളുക. ഓക്കെ ജിസ്. ഓക്കെ കിം. ശോഭനജി. My opinions, they both said. Okay, it's almost the same ആണ്. ജസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളത് നമ്മൾ ഡയലോഗൊക്കെ മാറിപ്പോയിട്ടും തിരിച്ചു പോയിട്ടും നിങ്ങൾ കുറച്ച് പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ച് അത് കവറപ്പ് ചെയ്തു. അത് വളരെ നന്നായിട്ട് കവറപ്പ് ചെയ്തു. സോ ആ ഇത് വേണം. പിന്നെ ക്യാരക്ടേഴ്സിന് എല്ലാം വാസ് എ ലിറ്റിൽ ഓഡ്. ഐ തോട്ട് അതൊരു 6 വയസ്സിൻ്റെ കുട്ടിയെ പോലെ ആയിപ്പോയി. പിന്നെയാണ് 15 years എന്നൊക്കെ. പിന്നെ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, പിന്നെ എല്ലാം ബോഡി ലാംഗ്വേജ് ഒന്നായിപ്പോയി. കുട്ടി പോണത് വരണത്. ഓക്കെ, കുറച്ച് നിങ്ങൾ ആ പിന്നെ ഫാഷൻ വേൾഡിൽ നിന്ന് അങ്ങനെ നിങ്ങൾ എംഫസിസ് ചെയ്യുന്നത് കുറച്ച് നോക്കിയിട്ട് ചെയ്യണം. ബിക്കോസ് അതൊരു നല്ല ഒരു പ്രൊഫഷനാണ്. അതെ, ഫാഷനിൽ പോയിട്ട് ഫാഷൻ അല്ലെങ്കിൽ നമുക്ക് വി കൻ തിങ്ക് ഇത് ഫാഷൻ വേൾഡിന് എഴുതിയിരിക്കുക അവിടെ. പിന്നെ അത് സിനിമ എന്ന് ഇട്ടാൽ എന്ത്, അത് ഇടൂല. അതേപോലെയാണ് ഫാഷൻ വേൾഡ്, ടെലിവിഷൻ വേൾഡ്, ഇറ്റ്സ് ഓൾ ദ സെയിം. സോ നമ്മൾ അത് കുറച്ച് വേറെ ഒരു ലൈനിനെ പറ്റി നമ്മൾ ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. അത് നമുക്ക് കൺസീവ് ചെയ്യാം, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദെയർ. സോ ഈ ലിറ്റിൽ പോയിൻറ്റ്സ്, ബോഡി ലാംഗ്വേജ്, എവറിത്തിങ് ഇൻ ആക്ടിങ് ഹാസ് ടു ബി ടേക്കൻ കെയർ ഓഫ്. ബട്ട് നിങ്ങൾ നല്ല പെർഫോമറാണ്, നല്ല ആക്ട്രസ്സാണ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഐ തിങ്ക് ദിസ് ടൈം അതിൻ്റെ പ്രസൻറ്റേഷൻ കുറച്ച് വഴിമാറിപ്പോയിരുന്നു. ഓക്കെ, താങ്ക് യു, ബട്ട് എൻജോയ്ഡ് മൈസെൽഫ്.